ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അല്ലേ. ട്രാൻസ്ഫോമറിൽ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഒക്കെ നോക്കിയായിരുന്നു. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇ എം എഫ് ഇക്വേഷൻ. ഇ എം എഫ് ഇക്വേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നുകൊണ്ട് നമ്മൾ ട്രാൻസ്ഫോമർ തീർക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നോക്കാം ഇ എം എഫ് ഇക്വേഷനിൽ സോ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ഫ്ലക്സ് മെഷീൻ ആണ്. എന്ത്? ട്രാൻസ്ഫോമർ ഈസ് എ കോൺസ്റ്റന്റ് ഫ്ലക്സ് മെഷീൻ. Already discussed. Since the magnetic flux set up by the primary winding links the secondary winding, an EMF will be induced okay in the secondary in accordance with the Faraday's law. Okay, അപ്പോൾ പ്രൈമറിയിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രൈമറിയിൽ നമ്മൾ എനർജൈസ് ചെയ്യും അല്ലേ. പ്രൈമറിയിൽ നമ്മൾ എനർജൈസ് ചെയ്യും കറണ്ട് ആയി കൊടുത്തിട്ട്. അപ്പോൾ ആ കറണ്ട് എന്ത് ചെയ്യും? ആ കറണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുക. ആ ഫ്ലക്സ് സെക്കൻഡറിയിലെ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് അതിവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. അതാണ് E2. സോ ദ സെയിം ഫ്ലക്സ് ഓൾസോ ലിങ്ക്സ് ദ പ്രൈമറി ഇറ്റ് സെൽഫ് ഇൻഡ്യൂസിങ് ഇ എം എഫ് E1. ഓക്കെ, അപ്പോൾ പ്രൈമറി ആയിട്ട് ലിങ്ക് ചെയ്യുന്നു. സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് E1ഉം മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് E2ഉം ഉണ്ടാകും കേട്ടോ. സോ ദ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് മസ്റ്റ് ലാഗ് ദ ഫ്ലക്സ് ബൈ 90 ഡിഗ്രി. ദെയർഫോർ ദേ ആർ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് ദ അപ്ലൈഡ് വോൾട്ടേജ് V1. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതെല്ലാം നോക്കിയതാണ് അല്ലേ. ഈ 180 ഡിഗ്രി ഷിഫ്റ്റിന്റെ കാര്യവും എല്ലാം നമ്മൾ നോക്കിയതാണ്. സോ E1 E2 തമ്മിലുള്ള ഷിഫ്റ്റ്, V1ഉം E2 E1 ഒക്കെ തമ്മിലുള്ള ഷിഫ്റ്റ് നമ്മൾ നോക്കിയതാണ്. ദ എഫക്റ്റീവ് ഓർ RMS വോൾട്ടേജ് ഫോർ എ സൈൻ വേവ്. അപ്പോൾ ഇവിടെ AC അല്ല നമ്മൾ കൊടുക്കുന്നത്. AC എന്താണ്? സൈനസോയിഡൽ വേവ് ആണ്. അപ്പോൾ ഇതിന്റെ RMS വാല്യൂ എന്ന് പറയുന്നത് ഏത്? EMFന്റെ RMS വാല്യൂ എന്ന് പറയുന്നത് E = 4.44 FN5M ആണ്. ഓക്കെ, സോ ഇതാണ് ഇ എം എഫ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമറിന്റെ ഇ എം എഫ് ഇക്വേഷൻ ആണ് E = 4.44 F5N. വേർ F എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ്, ഫ്ലക്സ് 5. ഓക്കെ, സോ ഇത് ഏത് വൈൻഡിങ്ങിനെ വെച്ചോ നമുക്ക് പറയാം. E1 E2 നമുക്ക് കണ്ടുപിടിക്കാം. സോ E1ഉം E2 ആണെങ്കിൽ അതിനനുസരിച്ച് നമ്പർ ഓഫ് ടേൺസിന്റെ കേസ് മാറും. കാരണം ഫ്ലക്സ് സെയിം ആണല്ലേ. ഫ്ലക്സ് ഇസ് കോൺസ്റ്റന്റ് ഫ്ലക്സ് മെഷീൻ ആണ് എന്ത്? ട്രാൻസ്ഫോമർ. സോ ദാറ്റ് ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണ്. സോ ഫ്രീക്വൻസിയും കോൺസ്റ്റന്റ് ആണ്. ഏത് കോയിലുമായിട്ട് ഫ്ലക്സ് ലിങ്ക് ആവുന്നു അതനുസരിച്ച് എന്ത് ചെയ്യും? EMF ചേഞ്ച് ആവും. ഓക്കെ, സോ ഇവിടെ ഫ്ലക്സ് ലിങ്കിങ് വിത്ത് പ്രൈമറി ആണെങ്കിൽ E1 ആയിരിക്കും കിട്ടുക. അതായത് N1. N വരും വരും N1 വരും. ഫ്ലക്സ് ലിങ്കിങ് വിത്ത് E2 ആണെങ്കിൽ N2 എന്ന് വരും. അതാണ് ഇത്. നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 4.44 കോൺസ്റ്റന്റ് ആണ്, F കോൺസ്റ്റന്റ് ആണ്, 5 കോൺസ്റ്റന്റ് ആണ്. ഇവിടെ അത് തന്നെയാണ്. F 4.44, 5 കോൺസ്റ്റന്റ്. സോ E1 എന്തിന് പ്രൊപ്പോർഷണലാ? E1 പ്രൊപ്പോർഷണൽ ടു N1 അല്ലെങ്കിൽ E പ്രൊപ്പോർഷണൽ ടു N എന്ന് നമുക്ക് പറയാം. സോ അതിൽ നിന്നാണ് നമ്മൾ റേഷ്യോ ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലേ. ദ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ നെയിം പ്ലേറ്റ് ഡേറ്റ റിഫേഴ്സ് ടു ദി വോൾട്ടേജ് ഓഫ് ദി പ്രൈമറി ആൻഡ് സെക്കൻഡറി ഓൺ ഫുൾ ലോഡ് കണ്ടീഷൻ. അപ്പോൾ ഇതിൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ നമ്മൾക്ക് നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസ് ചെയ്ത് കിട്ടും. ഓക്കെ, ദെൻ അപ്പോൾ ഈ ഞാൻ പറഞ്ഞു EMFന്റെ കേസ് എന്താണ്? EMF ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് ടേൺസ്. സോ നമ്പർ ഓഫ് ടേൺസ് നോക്കാം. N1 എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് ആണ്. N2 സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ N2 > N1, അതായത് സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലുള്ളതിനേക്കാൾ കുറവാണെങ്കിൽ ഉറപ്പായും സെക്കൻഡറിയിലെ EMF എന്തായിരിക്കും? പ്രൈമറിയേക്കാൾ കുറവായിരിക്കും. പ്രൈമറിയിലെ EMF കൂടുതലും സെക്കൻഡറിയിലെ EMF കുറവാകുമ്പോൾ നമ്മൾ ആ ട്രാൻസ്ഫോമർ എന്ത് പറയും? അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. നെക്സ്റ്റ് N2 is greater than N1. അതായത് സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലേതിനേക്കാൾ കൂടിയാൽ എന്ത് പറയും? അവിടെ സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലായിരിക്കും, EMF കൂടുതലായിരിക്കും. സോ പ്രൈമറിയേക്കാൾ കൂടുമ്പോൾ എന്തായി? സ്റ്റെപ്പ് അപ്പ്. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അപ്പോൾ നമ്മുടെ K ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ K എന്താണ്? K = N2/N1 ആണ്. K N2/N1 ആണ്. N2 കുറവും N1 കൂടുതലായിരിക്കുമ്പോൾ K എന്തായിരിക്കും? <1 ആയിരിക്കും. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന് K <1 ആണ്. ഇനി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന് K greater than 1 ആയിരിക്കും.
ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമറിന്റെ കേസ്. നമ്മൾ ഇ എം എഫ് ഇക്വേഷനും ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ പറയുന്നത്. ഇനി ടേൺസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടാണ് ടേൺസ് റേഷ്യോ നമ്മൾ ജനറലി പറയുന്നത് N1/N2 ആണ് കേട്ടോ. N1/N2 പ്രൈമറി ബൈ സെക്കൻഡറി. മറ്റേ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ N2/N1, ടേൺസ് റേഷ്യോ N1/N2, അതായത് 1/K ആണെന്ത് ടേൺസ് റേഷ്യോ വരുന്നത്. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയുടെ റെസിപ്രോക്കലാണ് ടേൺസ് റേഷ്യോ, റൈറ്റ്? അപ്പോൾ ഇത്ര ഈ ഫോമുലയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇ എം എഫ് ഇക്വേഷൻ നോക്കാനുള്ളത്. ഏത് E = 4.44 F/N. ഓക്കെ, F/N എന്ന് പറയുന്ന ഈ ഫോമുലയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ നെക്സ്റ്റ് ടോപ്പിക്, പാരലൽ ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫോമർ. സോ പാരലൽ ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫോമർ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് സിലബസിൽ. സോ നോക്കിയാൽ വെൻ ദ പവർ നെസസിറ്റി, എന്താണ് നെസസിറ്റി ഓഫ് പാരലൽ ഓപ്പറേഷൻ്റെ ആവശ്യകത എന്താണ്, അതിനെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. വെൻ ദ പവർ ഡിമാൻഡ് ഓൺ ദി ലോഡ് ഇൻക്രീസസ് 2 or more ട്രാൻസ്ഫോമർ മേ ബി ഓപ്പറേറ്റഡ് ഇൻ പാരലൽ. പവർ ഡിമാൻഡ് കൂടുമ്പോൾ നിങ്ങൾക്ക് അത് ഓർത്താൽ അറിയാം, പണ്ട് കുഞ്ഞിലെ ഒക്കെ എന്ത് ചെയ്യും, റോഡ് സൈഡിൽ കാണുന്ന ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിൻ്റെ എണ്ണം കുറവായിരുന്നു, സൈസുകളും ചെറുതായിരുന്നു. ഇപ്പോൾ നോക്കിയാൽ പല സ്ഥലങ്ങളിലും ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് കാണുന്നുണ്ട്. ഓക്കെ, വലിയ ഇടവേളകളില്ലാതെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഒരുപാട് കാണുന്നുണ്ട്. അതിന് കാരണം പണ്ടത്തെ വോൾട്ടേജ് ലെവൽ വളരെ കുറവായിരുന്നു. പണ്ടത്തെ CRT TV കാണുന്നവർക്കറിയാം എങ്ങനെ ചെറിയ ചെറിയ ലൈൻസ് ഇങ്ങനെ പോകും വോൾട്ടേജ് ഡിം ആകുമ്പോൾ. അപ്പോൾ സ്റ്റെപ്പ് അപ്പും സ്റ്റെബിലൈസറും ഒക്കെ പണ്ട് യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യം പലയിടത്തും വരുന്നില്ല, വോൾട്ടേജ് ഡിപ്പ് വരുന്നില്ല പലയിടത്തും. അതിനുള്ള കാരണം എന്താണ്, ഈ ട്രാൻസ്ഫോമേഴ്സ് ആഡ് ചെയ്തതാണ്. അപ്പോൾ ലോഡ് പണ്ട് കുറച്ച് ലോഡേ ഉണ്ടായിരുന്നുള്ളൂ. പല വീടുകളും ഇലക്ട്രിഫൈ ചെയ്തിട്ടില്ലായിരുന്നു. ഇലക്ട്രിഫിക്കേഷൻ ചെയ്യാത്തത് കൊണ്ട് കുറച്ച് ലോഡേ ഉണ്ടായിരുന്നുള്ളൂ. സോ വീടുകൾ ഇലക്ട്രിഫിക്കേഷൻ ചെയ്തത് കൊണ്ട് എന്ത് ചെയ്തു, ലോഡ് കൂടുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും വോൾട്ടേജ് റെഡ്യൂസ്ഡ് ആയി. സോ അതിനെ ഓവർകം ചെയ്യാനായിട്ട്, അതിനെ തരണം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, കൂടുതൽ ട്രാൻസ്ഫോമറുകൾ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ പാരലായിട്ട് കൂടുതൽ ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യുന്നത് കൂടുതൽ ലോഡിന് നമുക്ക് എന്ത് ചെയ്യാം, ലോഡിന് ബിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ ട്രാൻസ്ഫോമേഴ്സ് കണക്ട് ചെയ്യുന്നത്. സോ പാരലായിട്ട് ചുമ്മാ കണക്ട് ചെയ്യാൻ പറ്റില്ല, അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, സോ വെൻ ദ പവർ ഡിമാൻഡ് ഓഫ് ദി ലോഡ് ഇൻക്രീസസ് 2 or more transformers may be operated in parallel. When the power demand decreases, only required number of transformers may be operated with their full load capacity. നമ്മൾ ഒരു ഇൻഡസ്ട്രിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇൻഡസ്ട്രിക്ക് വലിയ വലിയ ഇൻഡസ്ട്രീസിനൊക്കെ ഒരു സബ്സ്റ്റേഷൻസ് ഉണ്ടാവും. ആ സബ്സ്റ്റേഷൻസിൽ ഒരു ട്രാൻസ്ഫോമർ മാത്രമായിട്ടായിരിക്കില്ല വർക്ക് ചെയ്യുക, മിനിമം 2 ട്രാൻസ്ഫോമറുകൾ ഉണ്ടാവും. കാരണം അവർക്ക് ഒന്ന് റിലയബിലിറ്റി കൂട്ടാനായിട്ട്, ഓക്കെ, റിലയബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി, ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് 2 ട്രാൻസ്ഫോമർ എങ്കിലും മിനിമം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 2 ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, നമുക്ക് സപ്ലൈ എപ്പോഴും എൻഷുർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ലോഡ് കൂടിയാലും നമുക്ക് എന്ത് ചെയ്യാം, 2 ട്രാൻസ്ഫോമർ കൂടെ ലോഡ് ഷെയർ ചെയ്യും. ഇനി ലോഡ് കുറവാണെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ റൺ ചെയ്താൽ മതി, ഒരു ട്രാൻസ്ഫോമർ വർക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ അതുപോലെ ഡിമാൻഡ് കൂടിയാൽ 2 യൂസ് ചെയ്യാം, ഡിമാൻഡ് കുറവാണെങ്കിൽ ഒരെണ്ണം എന്ത് ചെയ്താൽ മതി, ഓപ്പറേറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, ദ എഫിഷ്യൻസീസ് ആൻഡ് ലൈഫ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ഇൻക്രീസസ് ആൻഡ് ലോസസ് ആർ റെഡ്യൂസ്ഡ്. സോ ഇങ്ങനെ പാരലൽ ഓപ്പറേഷൻ കൊണ്ട് മൾട്ടിപ്പിൾ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, ലോസ് കുറയുകയും ചെയ്യും. എനിവേ ട്രാൻസ്ഫോമർ ഒരു ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെഷീനാണ്. ഇറ്റ് പ്രൊവൈഡ്സ് മോർ റിലയബിലിറ്റി ഓഫ് പവർ ഈവൻ വൺ ട്രാൻസ്ഫോമർ ഫെയിൽസ് or become out of service, other transformer will supply to the certain amount of load. Then it is not economical to manufacture a single very large capacity transformer, thus operate 2 or more number of optimal capacity transformers in parallel is more economical. Okay, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററികൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ട്രാൻസ്ഫോമർ പാരലായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ബാറ്ററി പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലേ, വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മുടെ പവർ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ബാറ്ററികൾ പാരലായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെയാണ് നമ്മുടെ പവർ റിക്വയർമെന്റ് കൂടുന്തോറും കൂടുതൽ ട്രാൻസ്ഫോമേഴ്സ് എന്ത് ചെയ്യാം, പാരലായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. വോൾട്ടേജ് റിക്വയർമെന്റ് കൂടിയാൽ ട്രാൻസ്ഫോമർ മൊത്തത്തിൽ മാറ്റേണ്ടി വരും. ഓക്കെ, സോ പവർ റിക്വയർമെന്റ് ആണ് സാധാരണ കൂടും, നമ്മൾ വോൾട്ടേജ് സെറ്റ് ഇതിൽ ലിമിറ്റ് ചെയ്യും.
ഏത് ഇൻഡസ്ട്രി ആയിരുന്നാലും അവിടുത്തെ ഒരു ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഉണ്ടാവും. അത് നമ്മൾ അതനുസരിച്ച് പിന്നെ അകത്ത് വേറെ ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് സ്റ്റെപ്പ് ഡൗൺ ചെയ്തൊക്കെയാണ് എടുക്കുക. ഒരു പവർ ട്രാൻസ്ഫോമർ മെയിൻ ആയിട്ട് ഉണ്ടാവും, ബാക്കി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ പവർ ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അതും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ആ വോൾട്ടേജ് ലെവൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ദെൻ എത്ര ലോഡ് റിക്വയർമെന്റ് വരുന്നുണ്ടോ അതനുസരിച്ച് എന്ത് ചെയ്യും, ട്രാൻസ്ഫോമറുകളുടെ എണ്ണം കൂട്ടും. സോ ഇറ്റ് ഈസ് ഓക്കെ, അതാണ് ഈ പറയുന്നത് ഫിഫ്ത്ത് പോയിന്റ്. ദെൻ സിക്സ്ത് പോയിന്റ്, ഇറ്റ് ഈസ് ഈസി ടു പ്ലാൻ മെയിൻ്റനൻസ് ഷെഡ്യൂൾ ഓഫ് ദി ട്രാൻസ്ഫോമർ, ഹെൻസ് ദ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ആൻഡ് സ്പെയർസ് ആർ റെഡ്യൂസ്ഡ്. അപ്പോൾ മെയിൻ്റനൻസ് ഈസിയാണ്. മെയിൻ്റനൻസ് ഈസിയാണെന്ന് പറയാൻ കാരണം, ഒരു ട്രാൻസ്ഫോമർ മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ 2 ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ ഈസിയാണ്. ഒരു ട്രാൻസ്ഫോമർ മെയിൻ്റനൻസ് ചെയ്യാൻ മറ്റേ ട്രാൻസ്ഫോമറിന് എന്ത് ചെയ്യുക, ഓഫ് ചെയ്തിട്ട് ഒരു ട്രാൻസ്ഫോമർ മാത്രം ലോഡ് ചെയ്താൽ മതി. അപ്പോൾ സപ്ലൈ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി മൊത്തം ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരുന്നില്ല. ഓക്കെ, ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും, മറ്റേ ട്രാൻസ്ഫോമർ നമുക്ക് എന്ത് ചെയ്യാം, ഐസൊലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ പാരലൽ ഓപ്പറേഷന്റെ കണ്ടീഷൻസ് ആണ്. കണ്ടീഷൻസ് ഫോർ പാരലൽ ഓപ്പറേഷൻ. സോറി, ഫസ്റ്റ് വൺ, ദ വോൾട്ടേജ് റേഷ്യോ മസ്റ്റ് ബി സെയിം. എന്താണ് ഞാൻ പറഞ്ഞു, വോൾട്ടേജ് റേഷ്യോ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ, ദെൻ പെർ യൂണിറ്റ് ഇംപിഡൻസ് ഓർ പെർസെൻറ്റേജ് ഇംപിഡൻസ് ഷുഡ് ബി സെയിം. സോ ട്രാൻസ്ഫോമറിന്റെ ഒരു ക്വാണ്ടിറ്റി ആണ് ഇത്, ഒരു പെർ യൂണിറ്റ് ഇംപിഡൻസ് ഓർ പെർസെൻറ്റേജ് ഇംപിഡൻസ്. ഓക്കെ, and the ratio, that is the ratio between the equivalent leakage reactance and equivalent resistance should be same. So x by r ratio എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഇൻകമിങ് ട്രാൻസ്ഫോമർ, അതായത് നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിലും അല്ലെങ്കിൽ പാരലലി ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രാൻസ്ഫോമേഴ്സിനെല്ലാം x by r ratio സെയിം ആയിരിക്കണം. ദെൻ തേർഡ് വൺ, the polarities must be same. polarity എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, സ്പെസിഫിക്കലി ഫോർ 3-phase ട്രാൻസ്ഫോമർ, അതിന്റെ ഫേസ് സീക്വൻസ് സെയിം ആയിരിക്കണം. 3-phase ട്രാൻസ്ഫോമറിൽ ഫേസ് സീക്വൻസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഫേസ് സീക്വൻസ് സെയിം ആയിരിക്കണം. ദെൻ ദ വെക്ടർ ഗ്രൂപ്പ് മസ്റ്റ് ബി സെയിം. വെക്ടർ ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് നമുക്ക് സിലബസിൽ ഇല്ല, സോ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഈ പോയിന്റുകളൊന്ന് പഠിച്ചു വയ്ക്കുക. എന്താണ്, വോൾട്ടേജ് റേഷ്യോ സെയിം ആയിരിക്കണം, പെർ യൂണിറ്റ് ഇംപിഡൻസ് ഓർ പെർസെൻറ്റേജ് ഇംപിഡൻസ് സെയിം ആയിരിക്കണം, പൊളാരിറ്റീസ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം, ആൻഡ് 3-phase ട്രാൻസ്ഫോമർ കേസിനാണ് ഫേസ് സീക്വൻസ്, ദെൻ വെക്ടർ ഗ്രൂപ്പ് ഇത്രയും സെയിം ആയിരിക്കണം കേട്ടോ. അപ്പൊ അതാണ് ഏതില്, നമ്മുടെ പാരലൽ ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫോമർ. ഈ കണ്ടീഷൻസ് ആണ് എക്സാമിന് വരിക കേട്ടോ, കണ്ടീഷൻസ് ആണ് എക്സാമിന് വരിക. ഇനി കൂളിംഗ് ഓഫ് ട്രാൻസ്ഫോമർ, നെക്സ്റ്റ് ടോപ്പിക് കൂളിംഗ് ഓഫ് ട്രാൻസ്ഫോമർ. നമുക്കറിയാം ട്രാൻസ്ഫോമർ ഒരു ഹൈ പവർ മെഷീൻ ആണ്. സോ സ്വാഭാവികമായിട്ടും I²R ലോസ് ഉണ്ടാവും, ഹീറ്റ് ജനറേഷൻ ഉണ്ടാവും നല്ല രീതിക്ക്. അപ്പൊ ആ ഹീറ്റ് ജനറേഷൻ നമുക്ക് ഹീറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, കുറയ്ക്കണം. നമ്മൾ പറഞ്ഞു, നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ട്രാൻസ്ഫോമർ ഓയിൽ യൂസ് ചെയ്യുന്നത്. ട്രാൻസ്ഫോമർ ഓയിലിന്റെ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു, ട്രാൻസ്ഫോമർ ഓയിൽ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, കൂളിംഗ് ആൻഡ് ഇൻസുലേഷൻ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ട്രാൻസ്ഫോമർ ഈസ് ഹീറ്റഡ് അപ്പ് വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്സ് വൈൻഡിങ്. ഓക്കെ, അതിന്റെ വൈൻഡിങ്ങിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഹീറ്റ് ആവും അല്ലേ. സോ ഈ ഹീറ്റിന് എന്ത് ചെയ്യണം, ദിസ് കോസ് ദ ലിബറേഷൻ ഓഫ് ഹീറ്റ് ഇൻ ലാർജ് സൈസ് ട്രാൻസ്ഫോമർ വെയർ പവർ റേറ്റിംഗ് ഇസ് ഹൈ, ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ലിബറേറ്റഡ്. അപ്പോൾ വലിയ ട്രാൻസ്ഫോമറിൽ ഒരുപാട് പവർ റേറ്റിംഗ് കൂടുന്തോറും അത്രയും ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. സോ ഹീറ്റ് എവിടെയാണ് ഉണ്ടാകുന്നത്, ഹീറ്റ് ഇതിന്റെ വൈൻഡിങ്ങിലും കോറിലുമാണ് ഹീറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, വൈൻഡിങ്ങിലും കോറിലുമാണ് ഹീറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഹീറ്റ് നമുക്ക് എന്ത് ചെയ്യണം, മെയിനായിട്ട് വൈൻഡിങ്ങിൽ കൂടെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. വൈൻഡിങ്ങിൽ ഹീറ്റ് ആവും, സോ ദാറ്റ് കോറും ഹീറ്റ് ആവും, വൈൻഡിങ്ങും കോറും ഹീറ്റ് ആവും. അപ്പോൾ വൈൻഡിങ്ങിലെയും കോറിലെ ഹീറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, ഹീറ്റിനെ അവിടെ നിന്ന് മാറ്റണം. മാറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ ഇൻസുലേഷൻ, വൈൻഡിങ്ങിന് ഇൻസുലേഷൻ ഉണ്ട്, ആ ഇൻസുലേഷൻ ഫെയിലിയർ ആവും. ഓക്കെ, ബേൺ ആവും, ട്രാൻസ്ഫോമർ ബേൺ ഔട്ട് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ദിസ് വിൽ അഫക്ട് ദ ഇൻസുലേഷൻ ഓഫ് ദി വൈൻഡിങ് ആസ് വെൽ ആസ് റിഡക്ഷൻ ഓഫ് ട്രാൻസ്ഫോമർ എഫിഷ്യൻസി. ദിസ് ഹീറ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ഫ്രം ട്രാൻസ്ഫോമർ വൈൻഡിങ് ആൻഡ് ഡിസിപ്പേറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഈ ഹീറ്റിനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ചെയ്യണം, അറ്റ്മോസ്ഫിയറിലേക്ക് കൊടുക്കണം. എനിവേ നമുക്ക് അതിനു വേണ്ടി എന്തില്ല, വേറൊരു ഇത് നമ്മൾ കൊടുക്കുന്നില്ല, ട്രാൻസ്ഫോമർ ഓയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഓക്കെ, ട്രാൻസ്ഫോമർ ഓയിലാണ് ഈ ഒരു പർപ്പസ് ശരിക്കും ചെയ്യുന്നത്. അത് ഓയിൽ ഇമ്പേഴ്സ് ട്രാൻസ്ഫോമറിൽ, അല്ലാതെ എയർ കൂൾഡ് ട്രാൻസ്ഫോമർ ഉണ്ട്. നമ്മൾ കൂളിംഗ് മെത്തേഡ് നമ്മൾ നോക്കും, ഡിഫറെന്റ് കൂളിംഗ് മെത്തേഡ്സ് are there. Natural
എയർ കോർ ട്രാൻസ്ഫോമറിലൊക്കെ ആണെങ്കിൽ നാച്ചുറൽ എയർ മെത്തേഡാണ് യൂസ് ചെയ്യുക. ഓക്കെ, എയർ കോർ ട്രാൻസ്ഫോമറിന് നാച്ചുറൽ എയർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ദെൻ എയർ ബ്ലാസ്റ്റ് മെത്തേഡ് ഉണ്ട്, നാച്ചുറൽ ഓയിൽ കൂൾഡ് മെത്തേഡ് ഉണ്ട്. നമ്മൾ ജനറലി കണ്ടുവരുന്നതാണ് നാച്ചുറൽ ഓയിൽ കൂൾഡ് മെത്തേഡ്. ദെൻ ഓയിൽ ബ്ലാസ്റ്റ് മെത്തേഡ്, ഫോഴ്സ്ഡ് സർക്കുലേഷൻ ഓഫ് ഓയിൽ ആൻഡ് വാട്ടർ കൂൾഡ്, ഫോഴ്സ്ഡ് ഓയിൽ ആൻഡ് വാട്ടർ കൂൾഡ്. ഓക്കെ, ഇത് നാച്ചുറൽ എയർ ഫോഴ്സ്ഡ്, ഓയിൽ നാച്ചുറൽ മെത്തേഡ്, ഓയിൽ ബ്ലാസ്റ്റ്. ഓക്കെ, ഓയിൽ ബ്ലാസ്റ്റ് മെത്തേഡ്, ഫോഴ്സ്ഡ് സർക്കുലേഷൻ. ഓക്കെ, ഫോഴ്സ്ഡ് സർക്കുലേഷൻ, ഓയിൽ ആൻഡ് വാട്ടർ കൂൾഡ്. ഓയിൽ നാച്ചുറൽ, വാട്ടർ കൂൾഡ് ആണ് ഇത് വരുന്നത്. ദെൻ ഫോഴ്സ്ഡ് ഓയിൽ ആൻഡ് വാട്ടർ കൂൾഡ്. നമ്മൾ പഠിക്കുന്നുണ്ടാവും ONAN, ഓയിൽ നാച്ചുറൽ, എയർ നാച്ചുറൽ, ഓയിൽ നാച്ചുറൽ, എയർ ഫോഴ്സ്ഡ്, ONAF, ഓയിൽ നാച്ചുറൽ, എയർ ഫോഴ്സ്ഡ്, OFAF, ഓയിൽ ഫോഴ്സ്ഡ്, എയർ ഫോഴ്സ്ഡ്. ദാറ്റ് ഈസ് ഓയിൽ എന്ത് ചെയ്യും, സർക്കുലേറ്റ് ചെയ്യും നമ്മൾ കേട്ടോ. ശരി, അപ്പോൾ ഇതിൽ ഫസ്റ്റ് മെത്തേഡ് എയർ ബ്ലാസ്റ്റ് മെത്തേഡാണ്. എയർ ബ്ലാസ്റ്റ് മെത്തേഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓയിൽ ഇമ്മേഴ്സ്ഡ് ട്രാൻസ്ഫോമർ നമുക്ക് എയർ ബ്ലാസ്റ്റ് മെത്തേഡ് നമ്മൾ കൊടുക്കുന്നില്ല. എന്താണ് ഇത്, എയർ ബ്ലാസ്റ്റ് മെത്തേഡ് കോറിൽ വൈൻഡിങ്ങിന് കൂടെ എയർ എന്ത് ചെയ്യും, ഒരു ബ്ലോവർ യൂസ് ചെയ്ത് എന്ത് ചെയ്യും, എയർ ബ്ലോവർ ഫാൻ യൂസ് ചെയ്ത് ബ്ലോ ചെയ്ത് എന്ത് ചെയ്യും, അതിലെ ഹീറ്റിനെ റിമൂവ് ചെയ്യും, ടേക്ക് അവേ ചെയ്യും. ദെൻ അതുപോലെ തന്നെ നാച്ചുറൽ ഓയിൽ കൂൾഡ് ട്രാൻസ്ഫോമർ നമ്മൾ ഈ ജനറലി നമ്മൾ കാണുന്ന ട്രാൻസ്ഫോമർ ആണ്. അതായത് ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എന്ത് ചെയ്യും, ഹീറ്റ് ഉണ്ടായാൽ എന്താ സംഭവിക്കുക, ഹീറ്റ് ആവുന്ന എന്ത് പ്രോപ്പർട്ടി എന്ത് ചെയ്യും, എന്ത് സാധനം എന്ത് ചെയ്യും, മുകളിലേക്ക്, ലിക്വിഡ് എന്ത് ചെയ്യും, മുകളിലേക്കാണ് മൂവ് ചെയ്യുക. അപ്പോൾ ഹീറ്റായ ലിക്വിഡ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. സോ മുകളിലേക്ക് മൂവ് ചെയ്ത്, അപ്പോൾ തണുത്ത ലിക്വിഡ് എന്ത് ചെയ്യും, താഴെ നിന്ന് വരും അല്ലേ. സ്വാഭാവികമായിട്ടും ഇതിനകത്തൊരു മോഷൻ, ഒരു സർക്കുലേറ്ററി മോഷൻ നടക്കും ഇങ്ങനെ ഈ കൂളിംഗ് ട്യൂബ്സിൽ കൂടെ. മനസ്സിലായോ? ചൂടാവുമ്പോൾ എന്ത് ചെയ്യും, ലിക്വിഡ്സ് മുകളിലേക്കാണ് മൂവ് ചെയ്യുക. ചൂടാകുമ്പോൾ ലിക്വിഡ്സ് മുകളിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഈ ലിക്വിഡ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നതുകൊണ്ട് താഴെ നിന്ന് ലിക്വിഡ് എന്ത് ചെയ്യും, മുകളിലേക്ക് വന്നല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക്കലി ഇതിനകത്തൊരു മോഷൻ നടക്കും. അപ്പോൾ ഈ ലിക്വിഡ് എന്ത് ചെയ്യും, മുകളിലേക്ക് പോകുന്ന ലിക്വിഡ് ഈ താഴെ നിന്ന് ലിക്വിഡ് വരുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഒരു സർക്കുലേഷൻ സ്വാഭാവികമായിട്ട് നടക്കും. കാരണം ഓയിൽ കൂളിംഗ് നടക്കുന്ന ഇവിടെയാണ്. ഓക്കെ, ഇവിടെയാണ് ഓയിൽ കൂളിംഗ് പൈപ്സിലാണ് ഓയിൽ കൂളിംഗ് നടക്കുന്നത്. കാരണം ഇവിടുത്തെ ഇതെന്ത് ചെയ്യും, ഈ ഓയിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതുവഴി എന്ത് ചെയ്യും, ഒരുപാട് ഏരിയ, കാരണം ഈ കൂളിംഗ് ട്യൂബ്സ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഏരിയ കൂട്ടിയിട്ട് ഏരിയ കൂടുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ കൂൾ ഡൗൺ ആകുമ്പോൾ ഓയിൽ താഴേക്ക് മൂവ് ചെയ്യും. അപ്പോൾ താഴേക്ക് മൂവ് ചെയ്യുന്ന ഓയിൽ വീണ്ടും ഇവിടെ വരും. അപ്പോൾ ഈ സർക്കുലേറ്റിംഗ് മോഷൻ, ഓയിൽ സർക്കുലേഷൻ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ അകത്ത് നടക്കും. ഇതിൻ്റെ അകത്ത് ഓയിൽ സർക്കുലേഷൻ ഓട്ടോമാറ്റിക്കലി നടക്കും. ഇങ്ങനെ ഒരു സർക്കുലേഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നാച്ചുറൽ ഓയിൽ കൂൾഡ് ആയിട്ട് ഉള്ള മെത്തേഡ്. അപ്പോൾ എന്ത് ചെയ്യും, കൂളിംഗ് പൈപ്സ് വഴി ഹീറ്റ് പുറത്തേക്ക് ലിബറേറ്റ് ആയി പോകും. ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ഫാൻ യൂസ് ചെയ്യാറുണ്ട്. ഫാൻ യൂസ് ചെയ്ത് ഹീറ്റ് അധികമാകുമ്പോഴത്തേക്ക് ഫാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കൂടുതൽ എയർ ഇതിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ സർക്കുലേഷൻ നടക്കും നല്ല രീതിയിൽ. അപ്പോൾ ഹീറ്റ് പെട്ടെന്ന് റെഡ്യൂസ്ഡ് ആവും. ദെൻ ഓയിൽ ആൻഡ് വാട്ടർ കൂൾഡിൽ ഇവിടെ നമ്മൾ ഓയിൽ ഇമ്മേഴ്സ്ഡ് ട്രാൻസ്ഫോമർ ആണ്, ഓയിൽ ഇമ്മേഴ്സ്ഡ് കോർ ആണ് കൂളിംഗ് ഓയിൽ. ആ കൂളിംഗ് ഓയിലിലെ ഹീറ്റ് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹോട്ട് വാട്ടർ പമ്പ് സർക്കുലേഷൻ ഇതിൻ്റെ നടത്തും. ഹോട്ട് വാട്ടർ സർക്കുലേഷൻ ഉണ്ടാവും. കോൾഡ് വാട്ടർ സർക്കുലേഷൻ. അപ്പോൾ കോൾഡ് വാട്ടർ ഇതിൽ വന്നിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് നിന്ന് ഹീറ്റിനെ അബ്സോർവ് ചെയ്ത്, ഓയിലിലെ ഹീറ്റ് അബ്സോർവ് ചെയ്ത് അത് പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ വാട്ടർ സർക്കുലേഷൻ നടക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുക, ഇത് ഇത്രയും ഇവിടെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഓയിലിലെ ഹീറ്റ് മുഴുവൻ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവും, വാട്ടറിലേക്ക് ട്രാൻസ്ഫർ, കോൾഡ് വാട്ടറിലെ. അപ്പോൾ കോൾഡ് വാട്ടർ ഈ ഓയിലിലെ ഹീറ്റിനെ എന്ത് ചെയ്യും, അബ്സോർവ് ചെയ്ത് അത് പുറത്തേക്ക് വിടും. ഓക്കെ, സോ നാച്ചുറൽ എയർ കൂളിംഗ് മെത്തേഡ് ഈസ് ജനറലി അഡോപ്റ്റഡ് ഫോർ എ ലോ കപ്പാസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫർ അപ് ടു 100 kVA. അപ്പോൾ 100 kVA വരെയുള്ള ട്രാൻസ്ഫോമറിനാണ് എന്ത് ചെയ്യുന്നത്, നാച്ചുറൽ എയർ കൂളിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ ഇമ്മേഴ്സ്ഡ് ട്രാൻസ്ഫോമറിൽ നാച്ചുറൽ എയർ കൂളിംഗ് നമ്മൾ യൂസ് ചെയ്യാറില്ല കേട്ടോ. ദെൻ the natural circulation of the surrounding air is used to carry away the heat from the transformer winding. Okay.
This air blast method, in air blast method, the fans are used to blow the air on the surface of the transformer, thereby heat generated is carried away by the എയർ ബ്ലാസ്റ്റ്. ഞാൻ നേരത്തെ കാണിച്ചില്ല, ഓയിൽ ഇമ്മേഴ്സ് ട്രാൻസ്ഫോമിന്റെ കേസിൽ ഞാൻ ഇവിടെ ഫാൻ വയ്ക്കുന്ന കേസ് പറഞ്ഞില്ലേ. അപ്പൊ ഫാൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, എയർ ബ്ലാസ്റ്റ് ചെയ്യും. ഓക്കെ, എയർ ബ്ലാസ്റ്റ് ചെയ്ത് കൂടുതൽ ഹീറ്റിന് എന്ത് ചെയ്യും. അപ്പൊ നാച്ചുറലി നടക്കുന്നതാണ് നമ്മളൊന്ന് ഫോഴ്സ് ചെയ്യും. ഓയിൽ നാച്ചുറൽ, എയർ ഫോഴ്സ്ഡ്. ഓക്കെ, ഓയിൽ നാച്ചുറൽ, എയർ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ഫോമർ. Transformers of 200 kVA or above capacity are cooled by insulating oil. Insulating oil യൂസ് ചെയ്ത് കൂൾ ചെയ്യും. The winding and core are immersed in oil. Oil immersed ആയിട്ട് ചെയ്യുന്നു. The area of the tank is increased by using cooling tubes. ഞാൻ പറഞ്ഞു നേരത്തെ റേഡിയേറ്ററിലെങ്കിൽ കൂളിംഗ് ട്യൂബ്സ് എന്ത് ചെയ്യും, ഏരിയ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത്രയും കൂളിംഗ് നടക്കും. നമ്മൾ പല പവർ ഇലക്ട്രോണിക് ഡിവൈസസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെറ്റാലിക് ഇതിലല്ലേ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. കാരണം ടെമ്പറേച്ചർ ഏരിയ വേ ചെയ്യണം. ഹീറ്റ് സിങ്ക്സ് എന്ന് പറയും, ഹീറ്റ് സിങ്കുകളിൽ അറ്റാച്ച് ഉണ്ട്. അപ്പോൾ ഹീറ്റ് സിങ്ക് ഏരിയ ഇൻക്രീസ് ചെയ്യും. ആ ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത്ര ഹീറ്റ് ഈസി ആയിട്ട് എന്ത് ചെയ്യും, ലിബറേറ്റ് ചെയ്യും പുറത്തേക്ക്, സറൗണ്ടിങ്ങിലേക്ക്. അപ്പോൾ ഓവർ ഹീറ്റ് ആവില്ല. ഇൻ ഓയിൽ ആൻഡ് വാട്ടർ കൂൾഡ് സിസ്റ്റം, ദ ലോ പ്രഷർ വാട്ടർ ട്യൂബ്സ് ത്രൂ ദ ഹീറ്റഡ് ഓയിൽ യൂസ് ടു റിമൂവ് ദ ഹീറ്റ് ഫ്രം ദി ട്രാൻസ്ഫോമർ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ മെത്തേഡ്സ് ആണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള സാധനം കേട്ടോ.